ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമോ എന്ന്. നമുക്കറിയാം, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 2018 അതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എല്ലാം ഫെബ്രുവരി 7 2019 അവസാനിച്ചു. അതിൻ്റെ CBT 1 എക്സാം വന്നത് മെയ് ജൂൺ മാസങ്ങളിൽ, അതിനുശേഷം CBT 2 ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കുകയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 13,000-ഓളം വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ മെറിറ്റ് ലിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള ആൾക്ക് വരെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഏകദേശം 20,000-ൽ കൂടുതലധികം വേക്കൻസിയാണ് നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ആ ലിസ്റ്റിൻ്റെ ലാസ്റ്റത്തെ ആൾക്ക് വരെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു ലിസ്റ്റിൻ്റെ ആവശ്യകത വളരെയധികം ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ ഏപ്രിൽ മെയ് മാസങ്ങളായിട്ട് നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയും നമുക്ക് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം, ഒരു PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് റാങ്ക് കിട്ടിയ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ജൂനിയർ എഞ്ചിനീയറിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ആളുകൾക്കും തന്നെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഇനിയും വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഏകദേശം 20,000-ഓളം വേക്കൻസി ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും തന്നെ ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ആ നോട്ടിഫിക്കേഷൻ വന്നത് 29 ഡിസംബർ 2018 അതിനുശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ 31 ജനുവരി 2019 വരെ കൊടുക്കായിരുന്നു. അതിനുശേഷം CBT 1 എക്സാം വിളിച്ചത് മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് CBT 1 എക്സാം വിളിച്ചത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കൃത്യം 5 മാസങ്ങൾക്കുള്ളിൽ തന്നെ CBT 1 എക്സാം അവർ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം പ്രത്യേകം വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 2 എക്സാമിൻ്റെ ഡേറ്റ് ആണ് കേട്ടോ. ഓഗസ്റ്റ് മാസങ്ങളായിട്ട് CBT 2 എക്സാം അവർ കണ്ടക്ട് ചെയ്തു. അതായത് CBT 1 എക്സാമിന് ശേഷം വെറും 2 മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് CBT 2 എക്സാം വന്നത്. അപ്പം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമോ എന്നുള്ള ക്യൂരിയോസിറ്റിയിലാണ് നിങ്ങളിപ്പോൾ എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം നാളൊന്നും എക്സാമിന് കിട്ടില്ല. CBT 1 വേണ്ടി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 മാസവും CBT 2 വേണ്ടി ഒരു 2 മാസവും മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം സ്റ്റാർട്ട് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരം തന്നെയാണ്. കാരണം നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും പോർഷൻസ് പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം, CBT 1 എന്ന് പറഞ്ഞാൽ പ്യുവർലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രീമിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സിവിൽ ആണെങ്കിൽ സിവിൽ നിങ്ങൾ ചിലപ്പം മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ CBT 1 എന്ന് പറയുന്ന ആ ഒരു കടന്നാൽ മാത്രമേ CBT 2 എൻട്രി ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. സോ നിങ്ങൾ CBT 1 ഇപ്പോൾ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു സമയം തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 13,847-ഓളം വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലിസ്റ്റിൻ്റെ അവസാനത്തെ ആൾക്ക് വരെയും ജോലി കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ ജൂനിയർ എഞ്ചിനീയർ IT, ഡിപ്പോർട്ട്സ് മെറ്റീരിയൽ സൂപ്പർഡന്റ് DMS എന്ന് പറയും, പിന്നെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി വേക്കൻസി കുറവാണെങ്കിലും ജൂനിയർ എഞ്ചിനീയർ ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. കണ്ടില്ലേ, ഏകദേശം 12,846-ഓളം വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തത് ജൂനിയർ എഞ്ചിനീയർ തന്നെയാണ്. നമുക്കറിയാം, ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 33 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കെല്ലാം ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ BTech കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മനസ്സിൽ നിങ്ങൾ ജൂനിയർ എഞ്ചിനീയറായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമല്ലേ ലഭിക്കുന്നത്. കാരണം ഇപ്പം സിവിൽ പശ്ചാത്തലമുള്ള ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇലക്ട്രോണിക്സ് പശ്ചാത്തലമാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമല്ലേ കിട്ടുന്നത്. സോ ഈ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി ഏജ് ലിമിറ്റ് കാര്യം പറഞ്ഞു, 18 മുതൽ 33 വയസ്സ് വരെയാണ്. പിന്നെ ഇതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആർക്ക് റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഏതൊക്കെ കാറ്റഗറീസ്, ഡിപ്ലോമ ഏതൊക്കെ കാറ്റഗറീസ് ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് പോസ് ചെയ്ത് കാണാവുന്നതാണ്. അടുത്താണ് ഈ ജൂനിയർ എഞ്ചിനീയർ കൂടെ തന്നെ വിളിക്കുന്ന മറ്റ് പോസ്റ്റുകളാണ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ ITയുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാച്ചലർ ഓഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ PGDCA BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 മുതൽ 33 വയസ്സ് വരെയാണ് ഇതിൻ്റെയും പ്രായപരിധി വരുന്നത്. പിന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പർഡന്റ് ആണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നതും ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി തന്നെയാണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത്. 18 മുതൽ 33 വയസ്സ് വരെയാണ് ഇവിടെയും പ്രായപരിധി വരുന്നത്.
ഇനി നമുക്ക് ജസ്റ്റ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നോക്കാം. നമുക്കറിയാം രണ്ട് ടയറായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്, CBT 1ഉം CBT 2ഉം. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയറായിട്ട് തന്നെ ജോലി പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേജിലാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT, അതുപോലെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഈ 4 സ്റ്റേജുകളാണ് പ്രധാനമായിട്ടും RRB ജൂനിയർ എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേജുകൾ. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ A3 മുതൽ C1 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ് പ്രധാനമായിട്ടും ഈ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് സിലബസ് ജസ്റ്റ് നോക്കാം. CBT 1ന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നോൺ ടെക്നിക്കലാണ്, പ്യൂർലി നോൺ ടെക്നിക്കലുള്ള സബ്ജക്റ്റാണ് CBT 1ൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് രണ്ടാമത് വരുന്നത്, റീസണിംഗ് ആണ് രണ്ടാമത്തത്. പിന്നെ ജനറൽ സയൻസ് അറിയാലോ, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ലൈഫ് സയൻസ്, ബയോളജി മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ജനറൽ സയൻസിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്. പിന്നെ ജനറൽ അവയർനെസ് പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, ഇന്ത്യൻ ഹിസ്റ്ററി വരാം, ഇന്ത്യൻ ജോഗ്രഫി വരാം, പൊളിറ്റി വരാം, കോൺസ്റ്റിറ്റ്യൂഷൻ വരാം, അങ്ങനെ എല്ലാ മേഖലകളും ജനറൽ അവയർനെസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ നോൺ ടെക് ഏരിയാസിന് നിങ്ങൾ ആദ്യം തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം സമയമൊന്നും കിട്ടില്ല, 5 മാസത്തിനുള്ളിൽ തന്നെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള ക്യൂരിയോസിറ്റി ജസ്റ്റ് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സമയമൊന്നും യാതൊരു കാരണവശാലും ലഭിക്കത്തില്ല. സോ ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പശ്ചാത്തലമുള്ളവർക്ക് ചിലപ്പോൾ ഈ നോൺ ടെക് സബ്ജക്റ്റുകൾ വഴങ്ങണമെന്നില്ല. സോ നിങ്ങളിപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എന്നുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. സോ നിങ്ങൾ അതിൽ വേണ്ട കെയർ കൊടുത്ത് പഠിക്കുക. കാരണം ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മേഖലയിൽ നിന്ന് അവൈലബിൾ ആണ്, ധാരാളം ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ പഠനം എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ജസ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. 90 മിനിറ്റാണ് സമയമുള്ളത്. അതിൽ മാത്സിന് 30 മാർക്ക്, 30 ക്വസ്റ്റ്യൻ, 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പം 30 ക്വസ്റ്റ്യന് 30 മാർക്കാണ് മാത്സിന് വരുന്നത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ അവയർനെസ്സിൽ നിന്നും 15 മാർക്കുള്ള ക്വസ്റ്റ്യൻസും ജനറൽ സയൻസിൽ നിന്നും 30 മാർക്കുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് CBT 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 90 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആകെ ലഭിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് CBT 2ന്റെ സിലബസ് നോക്കാം. ജനറൽ അവയർനെസ് ഇവിടെയും വരുന്നുണ്ട്. നമ്മൾ CBT 1ൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം. അപ്പം CBT 2ലും ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പം GK പോർഷൻസ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൻ്റെ സാഹചര്യത്തിൽ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം PSC ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന നോൺ ടെക് സബ്ജക്ട്സ് എല്ലാം ഒഴിവാക്കിയിട്ട് പ്യൂർലി ടെക്നിക്കൽ സബ്ജക്ട്സ് മാത്രമാണെങ്കിൽ RRBയുടെ എക്സാംസിൽ ഇപ്പോഴും GK അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾ അവിടെയൊക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ വരുന്നതാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇത് നമ്മൾ ഓൾറെഡി CBT 1ൽ വരുന്നതാണ്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, അത് ബേസിക്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസ്, നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അടുത്താണ് ടെക്നിക്കൽ എബിലിറ്റീസ്. ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്കിനാണ്. ഇവിടെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങളിപ്പോൾ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ 100 മാർക്കിന് സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടെക്നിക്കൽ എബിലിറ്റീസിനകത്ത് വരുന്നത്. ബാക്കി 50 മാർക്കിനായിരിക്കും ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ CBT 1 ഞാൻ ഓൾറെഡി പറഞ്ഞ CBT 1 എക്സാം കഴിഞ്ഞാൽ പിന്നെ CBT 2ന് ഏകദേശം 2 മാസമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 100 മാർക്കിന് നിങ്ങൾ ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ ഒരു കടമ്പയോടെ കടക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ഈ CBT 1ന് വേണ്ടിയിട്ടും CBT 2ലെ ടെക്നിക്കൽ പോർഷൻസിന് വേണ്ടിയിട്ടും ഈക്വലായിട്ട് തന്നെ ടൈം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. കാരണം പിന്നീട് നിങ്ങൾക്ക് അധികം സമയമൊന്നും കിട്ടില്ല. സോ നിങ്ങൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പഠനമായിരിക്കണം നിങ്ങൾ ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ടത്. ഇനി നമുക്ക് CBT 2ലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ജനറൽ അവയർനെസ്സിന് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷനിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും, ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ടെക്നിക്കൽ എബിലിറ്റീസിൽ നിന്ന് 100 മാർക്കിന്, അതായത് നോൺ ടെക് സബ്ജക്ട്സിൽ നിന്നും 50 മാർക്കിനും ടെക്നിക്കൽ എബിലിറ്റീസ് സബ്ജക്ട്സിൽ നിന്നും 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ആകെ 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 150 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് CBT 2ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്ര വേഗം തന്നെ വരുന്നതാണ്. കാരണം അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതല്ല. അപ്പം ഏണസ്റ്റ് അക്കാദമിയിൽ RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് അവൈലബിൾ ആണ്. CBT 1ഉം CBT 2നും വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കാവുന്നതാണ്. പിന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ,
മെൻറ്റർഷിപ്പുകൾ, അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി മുതലായ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഏണസ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ കോഴ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ.